ശരിക്കും എത്ര കോടിയായി? ശരിക്കും പറഞ്ഞാൽ കോടിയൊക്കെ ആയി. എന്തായാലും ഈ വീട് കണ്ടിട്ട് കോടിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാരും വിശ്വസിക്കൂല. 500 സാരി 2000 വിറ്റ് ഉണ്ടാക്കിയ കാശല്ലേ? ബാത്റൂമാണ് ഏറ്റവും സ്പെഷ്യൽ. പാട്ടൊക്കെ കേട്ടുന്ന DJ പാട്ടൊക്കെ കേട്ടിട്ട്. ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. നിങ്ങളിൽ സ്വന്തമായൊരു വീട് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അഥവാ വീട് ആഗ്രഹിച്ചിട്ട് നമുക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. പല സാഹചര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ വീട് വയ്ക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു, വേറെ കാര്യം വന്നു, അത് ചിലവായി. അല്ലെങ്കിൽ വീട് വയ്ക്കാൻ കുറേ കാലം കൊണ്ട് ആ വീട് വെച്ചു, പിന്നെ ആ സ്വപ്നം നടക്കാതെ പോയി, പിന്നെ അത് വഴി കിടക്കുന്നുണ്ടായിരിക്കും. പിന്നെയും പൈസ, സാമ്പത്തികവും മറ്റുള്ള കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് നടക്കാത്ത ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ ഇന്നും സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു വീട് എന്നുള്ളൊരു ആഗ്രഹവും മോഹവും വേദനയായിട്ട് നടക്കുന്നവരുണ്ട്. അതിലുള്ളവരുണ്ട്, ഇന്ന് കമൻറ്റ് ചെയ്യണം. വേറെ ആരും അറിയിക്കാനൊന്നുമല്ല, പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്തെന്ന് വെച്ചാൽ ഒരു സോഷ്യൽ മീഡിയ കപ്പിൾ അവരുടെ ഒരു ബ്രാൻഡ്, ഇതിനകത്തൊരു കോമഡി അല്ലെങ്കിൽ ഭയങ്കര ഒരു കോണ്ടെക്സ്റ്റ്. എൻ്റെ ഈ വീഡിയോയുടെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ, അവരിന്നൊരു വീട് അവരുടെ ഹൗസ് വാമിംഗ് നടന്നു, കഴിഞ്ഞ ദിവസം നടന്നു. ഹൗസ് വാമിങ്ങിന് ശേഷം ഉണ്ടായ കുറച്ചധികം പുകിലുകളാണ്. അതായത് അവർ നടത്തുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡുണ്ട്, അതുമായിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ ഇതിനെ കേട്ടിട്ട് നിങ്ങൾ അവരുടെ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമുക്കും കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ബട്ട് എല്ലാവരുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. അവനവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അവരുടെ അച്ചീവ്മെൻറ്റ്സ്, ആ ഒരു ഗോൾ, അവരതിനകത്ത് ആ ലക്ഷ്യത്തിലേക്ക് കടന്നുപോയി ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും അറിയാതെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് എന്താ കാര്യം എന്നും കൂടെ നിങ്ങൾ ആദ്യം കാണിച്ചു തരാം. എന്താണെന്നല്ലേ, ആദ്യം നിങ്ങളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ അത് എത്ര രൂപയ്ക്കുള്ള ബഡ്ജറ്റുള്ള വീടായിരിക്കും? ചെറിയ വീടായിരിക്കും, വലിയ വീടായിരിക്കും? അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. എന്നാലും ചുമ്മാ ചോദിച്ചെന്നു കേട്ടോ, വെറുതെ ചോദിച്ചാണേ. ഓക്കെ, നമുക്ക് കേൾക്കാം. വീടിനെ കുറിച്ച് അതിനെക്കുറിച്ച് എന്താ പറയില്ല. ശരിക്കും എത്ര കോടിയായി? ശരിക്കും പറഞ്ഞാൽ കോടിയൊക്കെ ആയി. എന്തായാലും ഈ വീട് കണ്ടിട്ട് കോടിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാരും വിശ്വസിക്കൂല. മിത്മേരി കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കിത് കൊട്ടാരം തന്നെ, നമുക്കിത് വലിയ കൊട്ടാരം തന്നെയാണ്. പിന്നെ എന്തായാലും കോടിയൊക്കെ ആയി. ന്യായമായ കാര്യമാണ്. അതായത് വീടിന് എന്തായിരുന്നാലും ആ വീട് സത്യം പറഞ്ഞാൽ അത് ചെറിയൊരു വിലയ്ക്കൊന്നും വയ്ക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടാൽ തന്നെ അറിയാം. എന്തായാലും എഗെയിൻ ഒരു കോടിക്ക് മേളിൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു ചെറിയൊരു വീട് സാധാരണ രീതിയിൽ വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും അത് ഏറ്റവും കുറഞ്ഞ, മുമ്പൊക്കെയാണെങ്കിൽ നമുക്കൊരു 5 ലക്ഷം 6 ലക്ഷം ഒക്കെ ഒരു ബഡ്ജറ്റിൽ ചെറിയൊരു വീട് വയ്ക്കുക എന്നുള്ള കഥയായിരുന്നെങ്കിൽ, ഇന്ന് ഒരു വീട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും കുഞ്ഞു വീട് വയ്ക്കുകയാണെങ്കിൽ പോലും 10, 15, 20 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് വേണ്ടി വരും. അപ്പോൾ ഇത്രയും വലിയൊരു വീട്, ഒരു 4000 സ്ക്വയർ ഫീറ്റ് വീടെന്ന് പറയുമ്പോഴേക്കും അത്രയും ലക്ഷറി ആയിട്ടുള്ള സംഭവങ്ങൾ, അത്രയും നല്ലൊരു ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും അത്ര അത്യാവശ്യം പൈസ ഇറങ്ങും. ന്യായമായ കാര്യമാണ്. നമ്മളെ പോയിന്റിലേക്ക് വരാം. ഇതൊന്നും ആദ്യം കേൾക്കാം. ഫിഗർ പറയണോ? ഏകദേശം 4000 മുകളിലുള്ള സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ്. അപ്പം എന്തായാലും ആൾക്കാർ പറയുന്നതിന് കള്ളമില്ലാന്നും പറയില്ല, സത്യമാണ്. അത്രയും ഓൾമോസ്റ്റ് 2 years എടുത്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ എഫേർട്ടും എല്ലാം കൊണ്ട് നമ്മളുടെ സ്വപ്നം എന്നൊക്കെ പറയില്ലേ അല്ലേ, നമ്മുടെ വലിയൊരു സ്വപ്നം, ഡ്രീം കം ട്രൂ എന്നല്ല ഞാൻ പറയാം, വിഷൻ കം ട്രൂ. വീട്ടിൽ ഇങ്ങനെ ഊഞ്ഞാൽ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു, പിന്നെ ഒരു കൃഷ്ണൻ വേണമെന്നുണ്ടായിരുന്നു, ബുദ്ധൻ വേണമെന്നുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇങ്ങനെ നമ്മൾ സൈഡിലോട്ട് മാറി നിന്നിട്ട് ഈ പുള്ളിക്കാരത്തെ ശബ്ദം കേട്ടാൽ നമ്മൾ ആര്യ ബെഡായി ആര്യയുടെ ശബ്ദം പോലെ തോന്നി കേട്ടോ. എനിക്ക് എൻ്റെ തോന്നലാണോ എന്നറിയത്തില്ല, എനിക്കിങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോഴേക്കും ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ശബ്ദം പോലെ തോന്നി. നമ്മുടെ ആര്യയുടെ സംസാര ശൈലി ഉണ്ടല്ലോ, അതുപോലെയൊക്കെ തോന്നി. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ മീതി ഓക്കെ, ആ ഒരു കപ്പിൾ. ഓക്കെ, ഞാൻ ഇവരെ അധികം ഫോളോ ചെയ്യാത്തുണ്ടെന്നില്ല, ഞാൻ കറക്റ്റായിട്ട് പേര് പറഞ്ഞുതരാം. മീറി, ഓക്കെ, മീറ്റ് മീറി എന്നാണ് കൊടുത്തിരിക്കുന്നത്, മീറ്റ് മെറി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കപ്പിളാണ് ഇവർ. ഒരുപാട് ഇൻഫ്ലുവൻസറാണ്. അതുപോലെ തന്നെ ഇവർക്ക് മനസ്സിലാക്കിയത് ഇവർക്ക് IT ജോബ് എന്തോ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർ അടിപൊളിയായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് വളരെയധികം സജീവമാണ്, അത് കാണുന്നുണ്ട്. ഫുൾ ഓപ്പൺ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. ആൾക്കാർ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പ്രൈവസി അല്ല, പക്ഷെ ഒരു വെൽക്കമിങ്, ആര് വന്നു കഴിഞ്ഞാൽ ഒരു വെൽക്കമിങ് വേണമെന്നുണ്ടായിരുന്നു. അതൊക്കെ ഉള്ളൊരു വീടാണ്. സോ ഹാപ്പി. അവിടെ ആരോ വന്നു, അതാണ് അവരങ്ങനെ കാണിച്ചത്. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഇത് തോന്നുന്നു, ഇത് ഇങ്ങനെ കാണിച്ചെന്നൊക്കെ സംഭവം. ആരോ വന്നു, ഇഷ്ടപ്പെടുന്ന ആരോ അവരുടെ ഗസ്റ്റായിട്ടവിടെ എത്തിയിട്ടുണ്ട്. അവർ പെട്ടെന്ന് അത് കണ്ടപ്പോൾ ചിരി വരും. എനിവേ, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരുടെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. സ്വാഭാവികമായിട്ട് ഒരാളുടെ ഒരു വീട് അവരുടെ ഇഷ്ടത്തെ അനുസരിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു മനസ്സിനകത്തൊരു കുളിർമയുണ്ടല്ലോ, അത് തന്നെയാണ് അവർ പറഞ്ഞതിനർത്ഥം. ഇനി നമുക്ക് ഓക്കെ, ഇത് എത്രയായി? 1 കോടിക്ക് മേളിൽ 4000 സ്ക്വയർ ഫീറ്റുള്ള 1 കോടിക്ക് മേളിലുള്ള വീട്. ഇവർക്ക് ഇത്രയും വരുമാനമുണ്ടോ വ്ളോഗ് ചെയ്തിട്ട്? ഇതൊരു ചോദ്യമാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമെങ്കിൽ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. വ്ളോഗ് ചെയ്താലെന്നല്ല, സോഷ്യൽ മീഡിയക്കകത്ത് പ്രത്യേകിച്ച് എസ്പെഷ്യലി യൂട്യൂബ്,
അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പേയ്മെൻറ്റ് ഇല്ലെങ്കിലും ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് ഈ പെയ്ഡ് കൊളാബുകളൊക്കെ ചെയ്ത് അതിനകത്ത് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൻ്റെ അകത്ത് മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. ഈ എല്ലാ പ്ലാറ്റ്ഫോമുകളുടെ അകത്തും കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് കോണ്ടന്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതിനൊപ്പം തന്നെ കോണ്ടന്റ് ആക്കുന്നതോടൊപ്പം തന്നെ അവരുടേതായിട്ടുള്ള പ്രോഡക്റ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എഫർട്ട് ഇടുന്നവൻ പൈസ ഉണ്ടാക്കും. എഫർട്ട് ഇടാതിരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യമാണ്. ഇവിടെ ഒരുപാട് പേര് അങ്ങനെ ഭയങ്കരമായിട്ട് വന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നമ്മുടെ കൃഷ്ണകുമാർ ഫാമിലിക്കകത്തുള്ള ആ പിള്ളേരെല്ലാം സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എടുത്ത് ഉപയോഗിച്ച ആൾക്കാരാണ്. അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയ ആൾക്കാരാണ്. അല്ലാതെ അവരുടെ ഫാമിലി പൈസ കൊണ്ടൊന്നും അല്ല. അതാ പറഞ്ഞേ, കഷ്ടപ്പെട്ടാൽ നോ പെയിൻ നോ ഗെയിൻ. പൈസ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആരെങ്കിലും പൈസ ഉണ്ടാക്കുന്ന സമയത്ത് അസൂയ കണ്ടുകടി വെച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കും കാശ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കും ഇറങ്ങാം. വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ഇതൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ആ ഒരു നീഷിലേക്ക് നിങ്ങളും ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ കാര്യങ്ങൾ ഇതൊക്കെ വരാം. 5 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീട് ഉണ്ടാക്കാൻ ഗൾഫിൽ വന്ന ഞാൻ വർഷം 7 കഴിഞ്ഞു. അത് ഓരോ പ്രവാസികളുടെ ഗതികേടിനെ കുറിച്ച് പറയുന്നു. ശ്രുതി തമ്പി വീടുണ്ടാക്കിയപ്പോൾ എന്തെല്ലാം അശ്ലീലം പറഞ്ഞതാ. ഇവിടെ ഒന്നും അത് കാണാനില്ല. അവർ അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ്. അവരുടെ വൾഗറായിട്ട് ഒന്നും വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായി കാണും. ഈ കമന്റ് ബോക്സിൻ്റെ അകത്ത് ഒരു പരിധിക്കപ്പുറമുള്ള കമന്റുകൾ മൊത്തം ഒരു ഹേറ്റഡാണ്, അനാവശ്യമായിട്ടുള്ള അൺവാണ്ടഡ് ഹേറ്റഡാണ്. എന്തിനാണെന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ അകത്ത് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് എൻ്റെ റൂം കേട്ടോ. മോഡേൺ സ്റ്റൈലിൽ എടുത്തൊരു സ്പെഷ്യാലിറ്റി റൂം. എല്ലാം അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഇതിലിരിക്കുന്ന ഓരോ സാധനം. കുറേ അധികം ആൾക്കാർ കളിയാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയാണ്. ഓരോരുത്തർക്ക് ഓരോ സംസാര ശൈലി എന്നേ അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവരവർ സംസാരിക്കുന്നെങ്കിൽ അത് അവർക്ക് അങ്ങനെ തന്നെ സംസാരിക്കുന്ന ഒരു റിയൽ ആയിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ എന്തിനവരെ നമ്മൾ കളിയാക്കണം? അദ്ദേഹത്തിന് ആ രീതിയിലാണ് സംസാരിക്കാൻ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത്. അതൊരു കുറ്റമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. കുറച്ച് ആൾക്കാർ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് നല്ലൊരു ഫാമിലി ടച്ച് വരാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അടിപൊളി. പിന്നെ നമ്മളേറ്റവും അടുത്ത് നിൽക്കുന്ന സാധനം ഇന്ത്യ ജനിച്ചപ്പാട് നിന്നെ കൈയും കാലും പ്ലാസ്റ്റിക്. പിന്നെ എൻ്റെ മെരീൻ്റെയും അത് കണ്ടോ മനസ്സിലായോ? കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞിൻ്റെ കൈകൾ, അതിൻ്റെ കാല്, പിന്നെ ഇവരുടെ രണ്ട് ഓരോ കൈ. ഞാൻ ഇടയ്ക്ക് ആരൊക്കെ ചെയ്തുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അടിപൊളിയാണ്. നമുക്ക് എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ നമുക്കൊരു പേ വിൻഡോ, കബോർഡ്. പിന്നെ എൻ്റെ ബാത്റൂമാണ് ഏറ്റവും സ്പെഷ്യൽ. പാട്ടൊക്കെ കേട്ടുന്ന DJ പാട്ടൊക്കെ കേട്ടിട്ട് DJ ഒക്കെ കേട്ട് കുടിക്കാം. എവിടെ ബാത്റൂമാണ് കേട്ടോ. അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ചിരിച്ചെന്ന് വെച്ചാൽ പുള്ളി പെട്ടെന്ന് ആ ഒരു വേ ഓഫ് ടോക്ക് DJ ഒക്കെ കേട്ടെന്ന് ചിരിച്ചതാ. കളിയാക്കിയതല്ല. അങ്ങനെ ഗ്ലാസിന് ഒരു 5 സ്റ്റാർ ഫീലിംഗ് കിട്ടാൻ വേണ്ടിട്ട് സ്റ്റാർ ഹോട്ടലിൽ. അപ്പൊ നമ്മുടെ ഡിസൈനേഴ്സ് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. ഡിസ്കസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇഷ്ടമായി. ഇതിനൊക്കെ ഇത്രയും പൈസ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇനി നമ്മുടെ ആ ഒരു മാറ്ററിലേക്ക് വരാം. 500ൻ്റെ സാരി 2000-ന് വിറ്റ് ഉണ്ടാക്കിയ കാശല്ലേ? അതായത് അവർക്കൊരു ക്ലോത്തിങ് ബ്രാൻഡുണ്ട്. ആ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. ഈ പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് അത് കിട്ടുന്നില്ല. ഇവരുടെ ഒരു ബ്രാൻഡുണ്ട്, ക്ലോത്തിങ് ബ്രാൻഡുണ്ട്. ഓക്കെ, സംഹാരം ഇത് പേര് മറന്നുപോയി. അല്ല, ആ ഒരു ബ്രാൻഡിൽ ഇവർ ഒരുപാട് ഡ്രസ്സ്. കാരണം ഞാൻ ഇവരുടെ ഈ ഇൻസ്റ്റയിൽ റാൻഡമായിട്ട് കയറി വരുന്ന ഇവരുടെ റീലുകളുടെ പുള്ളിക്കാരത്തി ഇങ്ങനെ അങ്ങനെ ഒരിക്കൽ ഞാൻ കൊച്ചിയിൽ ഇങ്ങനെ എൻ്റെ ജോലി ആവശ്യമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്തും ഇവരുടെ ഒരു ഷൂട്ട് ആ കൊച്ചിയിൽ നമ്മുടെ ലുലുവിൻ്റെ ആ ഭാഗത്തോടെ നടക്കുന്നത് ഞാൻ കണ്ടില്ല. ലുലുവിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ അതോ സ്പെൻസർ എവിടെയാണോ ഞാൻ കണ്ടിരുന്നു. ഓക്കെ, അവരങ്ങനെ ഇറങ്ങി നടന്ന് അവരതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തു. അതിപ്പം സാരികൾ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ അതിനുള്ള സെയിൽസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വളരെ ബൾക്കായിട്ട് തന്നെ ഇവർക്ക് വരുന്ന ആൾക്കാർ എടുക്കുന്നുണ്ട്, ഓർഡർ പോകുന്നുണ്ട്. അത്രയും ട്രസ്റ്റ് ആണ് എനിക്ക് ഇവരുടെ കസ്റ്റമേഴ്സ്. ഇനി ഇവരുടെ ഈ കമൻറ്റ് പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇവരുടെ മീർ മീതി ഈ ഒരു കപ്പിൾ ഇവരുടെ ആ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടോ? അല്ല, വെറുതെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം എനിക്കറിയില്ല. ഇന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് ഇന്നലെ ഒരാൾ എനിക്കിതുപോലെ അവരൊരു ഓർഡർ ചെയ്ത് അവരുടെ ഒരു വയ്യാത്തൊരു കുട്ടിയാണ് കേട്ടോ. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് ആ ഓർഡർ ചെയ്ത സാധനത്തിന് പൈസയും ഇല്ല സാധനമില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ട് കുറേ നാളുകൊണ്ട് അവരുടെ പുറകെ നടക്കുന്നില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴേക്കും ഞാൻ വലിയ ആളൊന്നുമില്ല. എങ്കിലും എൻ്റെ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഉദ്ദേശം ചിലപ്പോൾ വീഡിയോ ആയിരിക്കാം. പക്ഷേ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലപ്പുറം ആ ഒരു ബ്രാൻഡിങ്
ആ ക്ലോത്തിങ് പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ അവരോടൊന്ന് ഞാൻ ജസ്റ്റ് ഹായ് അയച്ചു. പിന്നെ മെസ്സേജ് അയക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അവർ അപ്രൂവൽ കൊടുക്കണം. അപ്രൂവ് ചെയ്തു. പിന്നെ അവർ മെസ്സേജിന് അയച്ചു കൊടുത്തിട്ട് ഞാൻ ഇവരെനിക്ക് അയച്ച സ്ക്രീൻഷോട്ട് ഇവർക്ക് പൈസ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ആ സ്ക്രീൻഷോട്ട് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അവസാനം ഞാൻ ചോദിച്ചു, നിങ്ങൾ കസ്റ്റമറിനെ ചീറ്റ് ചെയ്യുകയാണോ? ഇതെനിക്ക് വളരെ കാലം അറിയുന്ന ആൾക്കാരാണ്, കാരണം എന്നെ ഒരുപാട് കാലം കൊണ്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരാണ്, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾ ഇത് എന്താണെന്ന് മറുപടി നിങ്ങൾ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അവർ അതിനുശേഷം ഈ പ്രസ്തുത ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് ഗൂഗിൾ പേ വാങ്ങുകയും എൻ്റെ അടുത്ത് പറഞ്ഞ ഇൻബോക്സിൽ അയച്ച ലാസ്റ്റ് മെസ്സേജ് എന്ന് വെച്ചാൽ ഇന്ന് ഈ ഡേ എൻഡിന് മുമ്പ് ഇന്ന് പൈസ കൊടുത്തിരിക്കുമെന്നും പറഞ്ഞു. സോ വളരെ സന്തോഷമുള്ള കാര്യം. അപ്പോൾ അവർ ഹാപ്പി, ഇവരും ഹാപ്പി. ഞാൻ അവരോടും പറഞ്ഞു, അവരെനിക്ക് ഈ മെസ്സേജ് ലാസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇറ്റ്സ് ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. കാരണം അവർ ആ ഒരു കാര്യം പിന്നെ വർത്തമാനം പറയുന്നില്ല, അവർ ആ പൈസ കൊടുത്തു. അതുപോലെ കബളിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരും ഇതുപോലുള്ള ക്ലോത്തിങ്ങും മറ്റുള്ള സംഭവങ്ങൾ സെഗ്മെൻറ്റിലുണ്ട്. ബട്ട് ഇവരുടെ സൈഡിൽ നിന്ന് അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കാരണം അവരൊരു വീട് വെച്ചു, അവർ അച്ചീവ്മെൻറ്റ് നടത്തി വളരെ കാര്യമായിട്ട് അവർ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കമൻറ്റുകൾ കാണുമ്പോൾ അങ്ങനെ അവർ ഈ കസ്റ്റമേഴ്സിനെ പറ്റിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും അങ്ങനെ ഉണ്ടാക്കിയൊരു സംവിധാനമാണ് എന്നൊരു പറച്ചിൽ പറയുമ്പോഴേക്കും നിങ്ങളതിനോട് യോജിക്കുന്നുണ്ടോ? ഓക്കെ, ബിസിനസ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ 1 രൂപയ്ക്കുള്ള മുട്ടുസൂചി ചിലപ്പോൾ 1000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും വിൽക്കും. അതുപോലെ തന്നെ ഒരു സാധനത്തിൻ്റെ വാല്യൂ എന്നുള്ള സാധനം അത് വിൽക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന സമയത്ത് അതിന് എത്രയാണോ അതാണ് അതിൻ്റെ വാല്യൂ. അത് എത്ര വേണോ കൊടുക്കാം, ബാക്കി ടാക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറകെ വരും. അപ്പോൾ അത് വിൽക്കുക വാങ്ങുക എന്നുള്ള കാര്യം ആ ഒരു കസ്റ്റമറും ആ ഒരു ആ ഒരു ട്രേഡറും തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ. നമ്മളിപ്പോൾ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ വാങ്ങാറുണ്ട്, അതിൻ്റെയൊക്കെ ആക്ച്വൽ കോസ്റ്റൊക്കെ എത്രയാണ്? വളരെ ചെറിയ പരിമിതമായ എമൗണ്ട് ആണ് വരുന്നത്. പക്ഷേ നമ്മൾ വാങ്ങുമ്പോൾ വളരെയധികം വാല്യൂ കൊടുത്ത് നമ്മൾ വളരെയധികം പൈസ കൊടുത്ത് അത് വാങ്ങും. കാരണം നമുക്ക് ആ ബ്രാൻഡിനോടുള്ള ഇമ്പോർട്ടൻസ്, ആ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ സാധനം തന്നെ ബ്രാൻഡ്. ഐഫോണിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ കേട്ടിട്ടുണ്ട്, വളരെ ചീപ്പ് റേറ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലാണ് പൈസ വരുന്നതെന്ന് പറയുന്നു, എങ്കിലും അതിനെ വിൽക്കുന്നത് 1,00,000 മേളിലൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ആലോചിച്ചാൽ മതി, ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവരെ ഇന്ന് 500 സാരി 2000 വിൽക്കുന്നെങ്കിൽ ദാറ്റ്സ് ബിസിനസ്. ഓക്കെ, അത് വാങ്ങാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് അതിന് പറയുന്ന പേരാണ് ബിസിനസ്. താഴെ കമൻ്റ് ഉണ്ട്, അടിപൊളി. അത് അവരുടെ കഴിവ്, എന്തായാലും ജോലി ചെയ്തല്ലേ, കറക്റ്റാണ്. 2000 റുപ്പീസിൻ്റെ സാരി പിന്നെ 500 കൊടുക്കണോ മണ്ട എന്നൊക്കെ പറയുന്നു. എന്നാൽ 2000-ൻ്റെ 500 കൊടുത്താൽ ഇരട്ടി ലാഭം. അവരാരുടേത് കട്ടതും മോഷ്ടിച്ചതൊന്നും അല്ലല്ലോ, കഷ്ടപ്പെട്ട് പണിതുണ്ടാക്കിയ പൈസ കൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടല്ലോ, അത് അവരുടെ കഴിവ്. കഴിവില്ലാത്തവർ കുറ്റം പറയും, അവർക്ക് കുറ്റം പറയാൻ കഴിയും. ഇത് പറയുമ്പോഴും കുറച്ച് തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചൊരു കാര്യം കൂടെ പറഞ്ഞു പോകണം. സോഷ്യൽ മീഡിയക്കകത്ത് ഇത്രയും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് കാണുന്ന പല സോഷ്യൽ മീഡിയ, യൂട്യൂബ് മറ്റുള്ള മേഖലയ്ക്കകത്തും വളരെ പ്രചാരത്തിൽ നിൽക്കുന്ന പല യൂട്യൂബേഴ്സിൻ്റെയും റവന്യൂ, യൂട്യൂബേഴ്സ് ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ റവന്യൂ അല്ലെങ്കിൽ അവർക്കുള്ള വരുമാനം നിങ്ങൾക്ക് ആർക്കും അറിയാത്തതുകൊണ്ടാണ്. അഥവാ നിങ്ങളോട് അവർ പറയുന്നില്ല എന്നുള്ളതാണ്. വളരെ റെയറായിട്ട് വളരെ കുറച്ച് തുച്ഛമായ ആൾക്കാർ മാത്രമേ ഇതിനെക്കുറിച്ച് വരുന്നുള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്ന എമൗണ്ട് ഒന്നുമല്ല ഇവരുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പറയുന്ന വ്യക്തി, ഈ കപ്പിൾ, ഈ ടീംസിന് ചിലപ്പോൾ ഇതിനെക്കാട്ടിലും വലിയ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനെക്കാട്ടിലും വലിയ രീതിയിൽ നമ്മളെ വളരെ പ്രചാരത്തിൽ നിൽക്കുന്ന പല യൂട്യൂബർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയ സോക്കോൾഡ് കുറ്റമല്ല കേട്ടോ, ഞാൻ അവരുടെ കഷ്ടപ്പാടിനെയും അവർ ആ ഒരു ഹാർഡ് എഫേർട്ടിനെയും ഇതിനെ ഞാൻ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. അവരുണ്ടാക്കുന്ന കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കാർക്കും അറിയത്തില്ല എന്നുള്ളതാണ്. അത് അവരറിയിക്കത്തില്ല, അത് അറിയേണ്ട കാര്യവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്കും കഴിയും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും കഴിയും. നിങ്ങൾ ആ ഒരു മേഖലയിൽ അത്രത്തോളം കാലെടുത്ത് വെച്ച് നിങ്ങൾ ചൂടുറപ്പിച്ച് വെക്കണം, മനസ്സിലാവുന്നുണ്ടോ? സോ അതുകൊണ്ട് നിങ്ങൾക്കും കഴിയും. അതുകൊണ്ട് ഒരാൾ ഉണ്ടാക്കുമ്പോൾ അയാൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തിക്കൂടെ, ഏതെങ്കിലും അനാഥ കുട്ടികൾക്ക് കൊണ്ട് പൈസ കൊടുത്തുകൂടെ? അത് കൊടുക്കുന്നില്ലെന്ന് ആർക്കെങ്കിലും അറിയോ? അവർ കൊടുക്കുന്നുണ്ടാവാം, അത് പബ്ലിസിറ്റി കൊടുക്കാത്തതുകൊണ്ട് അവരെ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇതെല്ലാം ഇതിനകത്തൊരു കമൻറ്റ് ഉണ്ടതാണ്, ഇതെല്ലാം 6 അടി മണ്ണിൽ അഴുകിപ്പോയുള്ള ശരീരമാണ്, പുഴുക്കൾ തിന്നാനുള്ള ശരീരമാണ്. എന്തിനൊക്കെയായത് അവരവിടെ ഓക്കെ, ഇതാണ് പറഞ്ഞത്. ഇതാണ് ഒരു മനോഭാവമാണ്. കോമാളിയായി നടന്നുണ്ടാക്കിയ കാശാണ്. ചാർലി ചാപ്ലിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? മിസ്റ്റർ ബീനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? കോമാളിയായിട്ട് നടന്നു. എന്ത് കോമാളി? ഒരാൾ മറ്റൊരാളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വേഷം കെട്ടുന്നുവെങ്കിൽ, നമ്മുടെ കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോക്കർ എന്നുള്ള സിനിമയ്ക്കകത്തുള്ളതുകൊണ്ട്, അത് പലതരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങളിലൂടെ വേദിയിലിരിക്കുന്ന കാണികളെ അവരെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന, ഉള്ളിൽ വേദനയും വെച്ച് പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ, ആ കോമാളിയായിട്ട് അഭിനയിക്കുന്നെങ്കിൽ അത് ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് ആ മെസ്സേജ് കൊടുത്ത് അതിലൂടെ കുറച്ച് ആൾക്കാരെ ചിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കഴിവല്ലേ? ഏറ്റവും വലിയ കഴിവാണ് ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ള കാര്യം. കരയിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമാണ്, കാരണം അത് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ചിരിപ്പിക്കാനാ പാട്. അതുകൊണ്ട് അവരുടെ കോമാളിയിൽ നിന്നും വിളിച്ച് കളിയാക്കുന്നതിനോട് യോജിക്കത്തില്ല. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അൺവാണ്ടഡ് ആയിട്ടുള്ള ഇങ്ങനെ ഹേറ്റഡ് എന്തിനാണോ? അതാണല്ലോ അഭിനയം എന്ന് പറയുന്നത്. റിയലി അതാണ് റിയൽ ലൈഫ്. ചേട്ടാ ബാത്റൂമിൽ DJ ലൈറ്റ് എത്തുമ്പോൾ ഒരുത്തൻ്റെ സംശയമാണ്.
ബാത്റൂമിൽ തൂമ്പോൾ ഡി ജെ ലൈറ്റ് കത്തുമോ? കമൻറ്റ് ബോക്സ് ഫുള്ള് ഹേറ്റഡ് ആണ്, അസൂയ. കമോൺ ഗൈസ്, ഗ്രോ അപ്പ്, റിയലി ബി ഹാപ്പി ഇൻ ദ ഗ്രോത്ത് ഓഫ് അതർ പീപ്പിൾ, സോ ഡെഫിനറ്റ്ലി യു വിൽ ഗ്രോ യുവർ പോസിറ്റീവ് ഓറ, സ്പ്രെഡ് പോസിറ്റിവിറ്റി. കൺഗ്രാറ്റ്സ് ചേട്ടാ ആൻഡ് ചേച്ചി ഓൺ യുവർ ന്യൂ ഹോം. സീരിയസ്ലി ഇതൊക്കെയല്ലേ പറയാനുള്ളത്. ഒരാളുടെ ലൈഫിൻ്റെ അകത്തൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ നമ്മൾ കൈയടിക്കുന്ന സമയത്ത് നമ്മളൊരു എന്താണ് ഒരു പോസിറ്റീവ് സോൾ, നമ്മുടെ ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരാളാണെന്ന് എൻ്റെ അർത്ഥം. ഒരാളൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അതിനകത്തൊരു അസൂയ ജലസായിട്ട് നിൽക്കുന്നെങ്കിൽ നമ്മൾ ശരിയല്ല, നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ ശരിയല്ല, നമ്മുടെ ചിന്ത ശരിയല്ല. ഏതാ ഈ കത്തി വേഷക്കാരൻ? അടിപൊളി, കുറച്ച് ഓവറാണോ? ഓക്കെ, ഇതാണ് ഇവിടുത്തെ. എനിക്ക് ഈ കപ്പിൾസിന് ഇഷ്ടമല്ല, ഓവറാണ്. എന്താണോ എനിക്ക് ഓവറാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് 5 സെൻറ്റ് ഉണ്ടാക്കാൻ ഗൾഫിൽ നിന്ന് ശ്രുതി തമ്പി ഉണ്ടാക്കി. ഇതിനകത്ത് എവിടെയാണോ വർഷങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്? താമസിക്കാൻ ലക്ഷറി ഹോം വേണമെന്നില്ല, അത്രയും അധ്വാനിച്ചുണ്ടാക്കി. കൺഗ്രാറ്റ്സ് ബൈ പീപ്പിൾ ഡ്രീമിങ് എ ബിഗ് ഹോം. സ്വപ്നം 450 650. ഓക്കെ, എനിവേ ഓക്കെ, ഇതാണ് കൊഞ്ചൽ കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങ് പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു ചില കമൻറ്റുകൾ ഞാൻ കാണിച്ചു തരാം. ഇത്രത്തോളം ഒക്കെ ഈ ഇവരെയൊക്കെ പറയുന്നത് എന്തിനാണ് എന്ന് തോന്നിപ്പോവും. അതെവിടെ? നിന്റെ നുണക്കുഴി കണ്ടപ്പോൾ അടിവയറ്റിൽ മഞ്ഞുള്ള രാത്രി. അതെ, ഈ കമൻറ്റ് ബോക്സാണോ? മലയാളം പഠിച്ചു വരുന്നതിലുള്ള ഇവർ കളിക്കാരാണോ? ഇവരും കളിക്കാരാണോ? എന്ത് കളിക്കാർ? എല്ലാ യൂട്യൂബിൻ്റെ കടാശം. പാഞ്ചാലി വസ്ത്രയുടെ ഓണേഴ്സ്. ഈ പാഞ്ചാലിയാണോ ഇവിടെ? ഇതാരാണ്? ജോബ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവരറിയാത്തവരുണ്ടോ? ഈ യുഗത്തിൽ കഷ്ടം. ആഡംബരം കാണിക്കാൻ കുറേ ഓരോ ഇറങ്ങിക്കോളും. വല്ല വണ്ടി നോക്കിയേ, വല്ല വണ്ടിക്കടിയിൽ കയറുമ്പോൾ ഒരു കൊടി വീട്ടിൽ വെച്ച് കെട്ടി കൊണ്ടിടും, അത്ര തന്നെ. അതായത് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവർ വീട് ഇതിനോട് നമ്മൾ ഈ ഇടുന്ന കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെ അസൂയ എന്താണ് കുത്തി വലിക്കുക. അവർ കഷ്ടപ്പെട്ട് കമൻ്റ് ഉണ്ട്. ഏതാ ഇതൊക്കെ? കണ്ടിട്ടില്ല, സോറി. ഇത് ഞങ്ങൾ മീറി എന്ന് വെച്ചാൽ എന്താണ്? ഇവരാരാ? ജോബ് എന്താ? ഇവരൊക്കെ ആരാണെന്ന് കൂടി പോടാ പുങ്കൻ പോടേ. എന്താ ലാസ്റ്റ് കാണിച്ചേ ഈ പെള്ളി ഓക്കെ, ഇതിൻ്റെ എവിടെയോ ഞാൻ കണ്ടു ഇതുപോലത്തെ കമൻറ്റുകൾ. അത് അത്രയും ലജ്ജാകരമായിട്ടുള്ള മോശപ്പെട്ട കമൻറ്റുകൾ. അത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യം എന്താ? എനിവേ ഗൈസ്, ഒരുപാട് കാലത്തെ ആഗ്രഹത്തിനൊടുവിൽ വളരെ തുച്ഛമായ ചെറിയൊരു ചിലവിൽ ഒരു ചെറിയൊരു കുഞ്ഞു വീട് ഞാനും വെച്ചിട്ടുണ്ട്. ഒരു 3 വർഷത്തിന് മുമ്പേ ആ വീട്ടിലാണ് ഞാനിപ്പോൾ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. അന്ന് ഞാൻ വെച്ച വീടെന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും കമ്പയറബിൾ ആട്ടോ. നമ്മുടെതൊക്കെ ഒരു കുഞ്ഞ് ചെറുത്, പക്ഷേ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഈ പണ്ട് നമ്മുടെ വീട്ടിലെ അമ്മയും ഞങ്ങളുമായിട്ട് കടന്നുറങ്ങിയിട്ടുള്ളത് പാമ്പും പഴുതാരയും കയറി ഒഴിക്കുന്ന ചോർന്നൊലിക്കുന്ന, ഇത് ദാരിദ്ര്യം പറയണമെന്നല്ല, വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അങ്ങനെയുള്ള ഒരു ചാണകം പോലും മെഴുകിയിട്ടില്ലാത്ത അത്രയും എന്താണ് കുടിലെന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ലോക്കൽ കുടിൽ, അങ്ങനെ കടന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ കടന്നതിന് ശേഷം ഞാൻ ഇന്ന് ഈ ഒരു കുഞ്ഞു ഒരു റൂമൊക്കെ മാത്രമുള്ള ഒരു കുഞ്ഞു വീടിൻ്റെ അതിരിക്കുന്ന സമയത്ത് അഭിമാനം തന്നെയാണ്. അതുപോലെ നിങ്ങൾ പല ആൾക്കാർക്കും നിങ്ങൾ താമസിക്കുന്ന വാസയോഗ്യമായ നിങ്ങളുടെ ഒരു കുഞ്ഞു വീട് ആ ഭവനത്തിലിരിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരിക്കും. വളരെ വലിയ ഇപ്പോൾ അവർ ആഡംബരം കാണിക്കുമെന്ന് പറയരുത്, അവരുടെ ആഗ്രഹമാണത്. അവർക്ക് ഇങ്ങനൊരു വീടുണ്ടാവണം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വേണം. അതൊക്കെ ഓരോരുത്തർ മനുഷ്യൻ്റെ ആഗ്രഹമില്ല. കുറച്ച് കാലം മാത്രം ജീവിച്ച് മരിക്കുന്നവർ, അവർക്കിടയിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഇന്ന് നിങ്ങൾ മാരുതി 800 ഉപയോഗിക്കുന്ന നിങ്ങൾ കുറച്ച് കാലം നല്ല വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് BMW എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും അത്രയും ഉയരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കാൻ തോന്നും. അല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കാതിരുന്നിട്ട് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഈ ഒരു വല്ലാത്ത കണ്ണും അസൂയ കണ്ണും വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങളെന്നല്ല പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ, അത് ശരിയല്ല. നമുക്ക് എല്ലാവർക്കും കഴിയും. അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടും കഴിയും. നമ്മളെ കൊണ്ട് കഴിയുമെന്നുള്ള തെളിവ് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞ് നമ്മളെ ഉണർത്തിയെടുക്കുക എന്നുള്ള കാര്യമാണ്. മടിയൊക്കെ വിട്ട് നിങ്ങളെപ്പോൾ ഇതുപോലുള്ള ക്രിയേറ്റീവ്സായിട്ടൊക്കെ മാറി, ഇൻഫ്ലുവൻസേഴ്സൊക്കെ ആയിട്ട് മാറി നിങ്ങളും കയറുക. നിങ്ങളെ കൊണ്ടും പറ്റും. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ കണ്ടപ്പോഴും ഓടിക്കുക. അങ്ങനെയുള്ള ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കരുത്, ചെയ്യുക. ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ നിങ്ങളും കഷ്ടപ്പെട്ട് നേട്ടങ്ങളിലേക്ക് എത്തുക. അതാ ഞാൻ പറഞ്ഞേ, ഒരു കുഞ്ഞു വീട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. ആഗ്രഹിച്ച് വീട്ടിൽ എത്താൻ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് എത്താത്തവരുണ്ടാകും. പ്രവാസി ജീവിതത്തിൽ ഇന്ന് കമൻറ്റ് കണ്ടില്ലേ, പ്രവാസിയായിട്ടും കുറേ വർഷങ്ങൾ കൊണ്ട് ഒരു കുഞ്ഞു വീട് പോലും വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ബാധ്യതകൾ, പ്രാരാബ്ദങ്ങൾ, കടങ്ങൾ, അവിടെ ഗൾഫിൽ നിന്നുണ്ടാക്കുന്ന പൈസയിൽ ബഹുഭൂരിഷ നാട്ടിലേക്ക് മറ്റു പല കാര്യങ്ങളായിട്ടൊക്കെ ചിലവായി പോകുമ്പോഴും അവർക്ക് മിച്ചം പിടിക്കാൻ 10 പൈസ ഇല്ലാതെ പിന്നെ ഒരു സുപ്രഭാതത്തിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരുമ്പം ഹതഭാഗ്യരായിട്ടുള്ള എത്രയോ പ്രവാസികളുണ്ട്. അവരും കൂടെയൊക്കെ പടുത്തുയർത്തിയാണ് നമ്മുടെ ഈ നാടിൻ്റെ ഒരു വലിപ്പം. അതുകൊണ്ട്
തീർച്ചയായിട്ടും നിങ്ങൾക്കും വീട് ഇല്ല എന്നുള്ളൊരു വേദനയൊക്കെ വച്ചിരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾക്കും വീടുണ്ടാവട്ടെ. അവർ ഉണ്ടാക്കിയ വീട്, അവരുടെ സന്തോഷം, അവരുടെ കഷ്ടപ്പാട്, അധ്വാനം. ഇനി അവർക്കെതിരെ ഉണ്ടായ അലിഗേഷൻ പോലത്തെ കമൻറ്റുകൾ, അതായത് ഇത്ര രൂപയ്ക്കുള്ള സാധനം, പിന്നെ ക്വാളിറ്റി, പിന്നെ വേറെ കമൻറ്റ് കണ്ടു, അതായത് എന്താണ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ എടുക്കത്തില്ലെന്നോ, എക്സ്ചേഞ്ച് ഇല്ല, റീപ്ലേസ് ഇല്ല, പിന്നെ എന്തൊക്കെയോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ ഇവരെ കുറിച്ച് കണ്ടു. അത് ഏതൊക്കെ വീഡിയോക്കകത്താണ് ഇവരെക്കുറിച്ച് കുറേയധികം കമൻറ്റ് ഉണ്ട്, കുറേ ആൾക്കാർ അയച്ചു തന്നു. സോ ഗൈസ്, ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, ഈ പ്രായത്തിൽ അവർ സ്വന്തമായിട്ട് ഇത്രയും വലിയൊരു വീടൊക്കെ അവർക്ക് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ്. അത്രയും അതിൽ കൂടുതലൊന്നും അതിന് മേളിലാണ് അവർ. ഓക്കെ, അവരത് ചെയ്തു, ചെയ്ത് കാണിച്ചവരാണ്. അവർ അംഗീകരിക്കുക, അല്ലാതെ അവർ കുറ്റപ്പെടുത്തുക, ഇങ്ങനെ അസൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ മോശമാണ് അങ്ങനെ ചെയ്യുന്നവരോട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.